പരമസ്നേഹരൂപനേ, കരുണ തൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം വാക്യം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരും ആക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മളെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുവാനും ആശയക്കുഴപ്പങ്ങളിൽ വേണ്ട ഉപദേശങ്ങൾ നൽകുവാനും അസ്വസ്ഥതകളിൽ ആശ്വാസം പകരുവാനും ദാരിദ്ര്യത്തിൽ സഹായിക്കുവാനും രോഗാവസ്ഥയിൽ ആരോഗ്യം നൽകുവാനും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ആയിരക്കണക്കിന് സന്ദർഭങ്ങളുണ്ട്. എത്രത്തോളം കൂടുതൽ ആത്മാക്കളെ നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും മോചിപ്പിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ സംരക്ഷകർ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. അവിടെ അവർ നിങ്ങളുടെ ക്ഷേമത്തിനായി നിരന്തരം ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഗ്രിഗരിയുടെ വാക്കുകളാണിത്. വിചിന്തനം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാവൽ മാലാഖമാരുടെ നന്ദിയെക്കുറിച്ച് ഓർക്കുക. പ്രാർത്ഥന. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാം ശുദ്ധീകരണ സ്ഥലത്തെയും അതിലെ കഠിനമായ പീഡകളെയും കഴിഞ്ഞ 18 ദിവസമായി നമ്മൾ ധ്യാനിക്കുന്നു. ഈ വിചാരങ്ങൾ കൊണ്ട് വളരെയേറെ ആത്മീയ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. പാപികളുടെ മാനസാന്തരത്തിനും ദൈവ ശുശ്രൂഷയ്ക്കുമായി കാലം കഴിച്ച അനേകം ആളുകളുടെ തീക്ഷ്ണത നിരവധി പേരുടെ മാനസാന്തരത്തിന് കാരണമായിട്ടുണ്ട്. സർവേശ്വരൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരും അവിടുത്തെ അമൂല്യ രക്തത്തിൽ രക്ഷിക്കപ്പെട്ടവരുമായ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഇത്ര വലിയ വേദന സഹിച്ച് കഷ്ടപ്പെടുന്നതിന് കാരണമെന്താണ്? അവരുടെ അല്പപാപങ്ങളും മോചിപ്പിക്കപ്പെട്ട കഠിന പാപങ്ങളും ശിക്ഷയും അത്രേ ഇതിന് കാരണം. ഈ സ്ഥിതിക്ക് അല്പപാപങ്ങൾ പോലും എത്ര വർജ്യമായിരിക്കുന്നതെന്ന് നമ്മൾ സ്വയം വിചിന്തനം ചെയ്യേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏക നന്മയായിരിക്കുന്ന ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ തിരുത്തോളിന്മേൽ ശ്രീവയോടുകൂടെ ചുമന്നുവല്ലോ. ഈ അറുതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച ആത്മാക്കൾക്ക് കൃപ ചെയ്യണമേ. വിശേഷിച്ച് ഒരാശ്വാസവുമില്ലാതെ കിടക്കുന്നവരുടെ മേൽ അധികം അലിവായി അവർക്ക് ക്ഷണത്തിൽ സ്വർഗപ്രവേശം അനുഭവിക്കുവാൻ അനുഗ്രഹം ചെയ്തരുളണമേ. കർത്താവായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.